എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അതെന്താണെന്ന് വീഡിയോ മുഴുവൻ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ് മിക്കവാറും പേരും. അപ്പം നമ്മളെ വണ്ടിയിൽ ചിലപ്പോൾ എല്ലാ ടൈമിനും ചിലപ്പോൾ ലൈസൻസോ RC ബുക്കുകളോ ചിലപ്പോൾ പേപ്പറുകളൊന്നും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് RC ബുക്ക് വണ്ടിയിൽ വെക്കുക, അതുപോലെ ലൈസൻസിൻ്റെ കോപ്പി പോക്കറ്റിൽ വെക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇനി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഉണ്ടായാൽ മതി. അതെങ്ങനെയാണ് നമുക്ക് വെർച്വലായിട്ട് കൊണ്ട് നടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് നമ്മുടെ RC അതുപോലെ ലൈസൻസിൻ്റെ കോപ്പി ഇതൊക്കെ നമുക്ക് വെർച്വലായിട്ട് എങ്ങനെ മൊബൈലിൽ കൊണ്ട് നടക്കാം. അത് കൂടാതെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ഒരു ആപ്പാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പം ആപ്പിൻ്റെ പേര് M-പരിവാഹൻ എന്നാണ്. അപ്പം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ M-പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം നമുക്കിതാ ഇങ്ങനെ ഒരു റെഡ് കളറിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി, ഒരു മൊബൈലും ഒരു കാറ് കൂടി ഉള്ളൊരു ആപ്പ് നമുക്കിങ്ങനെ കാണാം. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്ന് അതിന് ശേഷം ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ഡീറ്റെയിലൊക്കെ ഓരോന്നോരോന്നായിട്ട് അടിച്ചു കൊടുക്കുക. അത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇൻ എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഒരു OTP വരുന്നതായിരിക്കും. OTP വന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക. OTP വന്നു 634311. നമ്മൾ OTP വന്നത് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ വെരിഫൈ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. വെൽക്കം ടു M-പരിവാഹൻ. നമുക്ക് ഇതിലിതാ RC ഇൻഫർമേഷൻ കൊടുക്കുക, DL ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാണല്ലോ. ഞാനിത് ഓൾറെഡി കൊടുത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് ഇവിടെ RCൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. RC കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് DL ഇൻഫർമേഷൻ ഒന്ന് കൊടുക്കുക. അതിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ലൈസൻസിൻ്റെ നമ്പർ ഒന്ന് കൊടുക്കുന്നു. ജസ്റ്റ് സെർച്ച് ചെയ്യുക. അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു മെസ്സേജാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ DL എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ആൻഡ് ക്ലിക്ക് വെരിഫൈ. ഒന്നുകൂടി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ശേഷം വെരിഫൈ. ഓക്കെ, ഗോ ടു ഡാഷ്ബോർഡ് ടു ചെക്ക് യുവർ DL ഡീറ്റെയിൽസ്. നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താ ഡാഷ്ബോർഡിൽ വന്നല്ലോ. നമ്മുടെ DLൻ്റെ ഡീറ്റെയിൽ വന്നിവിടെ ഒരു QR കോഡ് സഹിതം. ഇനി നമുക്കത് സേവ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനുശേഷം നമ്മൾ RCൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. RCൻ്റെ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ RCൻ്റെ ഡീറ്റെയിലും ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. നമ്മൾ RCൻ്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻഷുറൻസ് പോളിസീൻ്റെ നമ്പർ വരെ കിട്ടുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ RC നമ്പർ ഒന്ന് കൊടുക്കാം. നമ്മൾ സ്പേസ് ഇല്ലാതെ നമ്മളെ വണ്ടീൻ്റെ RC നമ്പർ എന്ന് പറയുന്നത് നമ്മളെ വെഹിക്കിൾ നമ്പർ കേട്ടോ. KL11. ഓക്കെ, നമ്മളത് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇതാ ആരുടെ പേരിലാണ് വണ്ടി, ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ വന്നു. രജിസ്ട്രേഷൻ ഡേറ്റ്, ഏത് വെഹിക്കിളാണോ, നമ്മളെ ഫുൾ ഡീറ്റെയിൽ അതും നമ്മൾ
ആഡ് ടു ഡാഷ്ബോർഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെരിഫൈ ഓപ്ഷൻ വരുന്നത്, അതായത് ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അത് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ എൻജിൻ നമ്പർ അതുപോലെ ലാസ്റ്റ് 4 ഡിജിറ്റ്, ശേഷം നമ്മൾ വെരിഫൈ കൊടുക്കുക. ഓക്കെ, ഞാൻ 3 കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഒന്നുകൂടി ചോദിച്ചത്. നമ്മളിപ്പോൾ വെരിഫൈ ചെയ്തു. വീണ്ടും ഡാഷ്ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ നമ്മുടെ RC ഡീറ്റെയിൽ, ഇതിൽ നമ്മളെ പിന്നെ ഫുൾ ഡീറ്റെയിലാണ്. വെഹിക്കിൾ ക്ലാസ് ഏതാണോ, പെട്രോളാണോ ഡീസലാണോ, ഏതാ കളറ്, നമ്മുടെ സീറ്റ് കപ്പാസിറ്റി, ഇൻഷുറൻസ് പോളിസി നമ്പർ വരെ അതിലുണ്ട്. പിന്നെ നമ്മുടെ ഫിറ്റ്നസ് അപ് ടു ഏത് ഇയർ വരെ ഉണ്ട് അതും ഉണ്ട് ഡീറ്റെയിൽ, ഏത് RTOൻ്റെ കീഴിലാണോ അത് ഡീറ്റെയിൽ ഉണ്ട്. ശേഷം നമുക്കൊന്ന് ഡൗൺലോഡ് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഡൗൺലോഡ് കണ്ടില്ലേ, ഒരു QR മോഡലിൽ നമുക്ക് വ്യൂ ആയി കാണും. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ശേഷം ക്ലോസ്. അപ്പോൾ നമ്മളെ ഡീറ്റെയിലൊക്കെ നമ്മുടെ വെർച്വലായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു എങ്ങനെയാണെന്നുള്ളത്. ഇനി പറയാൻ പോണത് എമർജൻസി സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സർവീസാണ്. അതെങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ നിർത്താം. എമർജൻസി ഡീറ്റെയിലിൽ പോകുമ്പോൾ എന്താ നിങ്ങളോട് ലൊക്കേഷൻ അലോ ചെയ്യാനെന്ന് പറയുന്നത്, പെർമിഷൻ റിക്വയർഡ്. അപ്പോൾ നമ്മൾ അലോ ചെയ്തു, നമ്മളെ ലൊക്കേഷൻ ഓണായി. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ എന്നുണ്ട്, കോൾ ആംബുലൻസ് ഉണ്ട്, ടാപ്പ് ടു നോട്ടിഫൈ കോൺടാക്ട്സ് ഉണ്ട്. നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് നമ്മളിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപത്തിലോ ഒന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർവീസ് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. കൂടുതൽ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് പറയാനുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരുപാട് പഠിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരോടും ഡൗൺലോഡ് ചെയ്യാൻ പറയുക, ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക. ഒരുപാട് ഉപകാരപ്രദമായ ഒരു ആപ്പാണിത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് ഞാൻ വരാം. എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.